ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ വീഡിയോയിൽ കൂടി നോക്കാൻ പോകുന്നത് നേപ്പാളിലെ കുമാരിമാരെ കുറിച്ചിട്ടാണ്. അതെ, നേപ്പാളിലെ ജീവിക്കുന്ന ദേവതമാർ. നേപ്പാളിലെ ശാഖ്യ ഗോത്രത്തിൽ നിന്നും 2 വയസ്സിനും 5 വയസ്സിനും ഇടയിലുള്ള പെൺകുട്ടികളെയാണ് കുമാരിമാരായിട്ട് തിരഞ്ഞെടുക്കുക. കുമാരിമാരെന്ന് വെച്ചാല് ദുർഗാദേവിയുടെ പ്രതിരൂപമായ തലേജോ ഭവാനിയുടെ മനുഷ്യരൂപമായിട്ടാണ് കുമാരിമാരെ നേപ്പാളിൽ ആരാധിച്ചു വരുന്നത്. അങ്ങനെ ഈ ശാഖ്യ ഗോത്രത്തിൽ നിന്ന് ആണ് പെൺകുട്ടികളെ തിരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഇത്ര കാലം നേപ്പാളിൽ കുമാരിയായിട്ടുണ്ടായിരുന്നത് തൃഷ്ണ ശാഖ്യയായിരുന്നു. തൃഷ്ണ ശാഖ്യ 2017 കുമാരിയായിട്ട് സ്ഥാനത്ത് വരുന്നത്. പിന്നീട് രജസ്വലി ആവുന്ന സമയത്ത്, അതായത് മെൻസസിന്റെ ഫസ്റ്റ് മെൻസസ് ആവുന്ന സമയത്ത് കുമാരിമാരെ അവരുടെ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യും. അങ്ങനെ തൃഷ്ണ ശാഖ്യയെ നീക്കം ചെയ്തിട്ട് ഈ അടുത്താണ് പുതിയ കുമാരിയായിട്ട് ആര്യധാര ശാഖയെ സ്ഥാനമേൽപ്പിക്കുന്നത്. ആര്യധാര ശാഖയ്ക്ക് വെറും 2 വയസ്സും 8 മാസവും മാത്രമാണ് പ്രായം. ഇനി ആര്യധാര ശാഖ രജസ്വലി ആവുന്നത് വരെ, അല്ലെങ്കിൽ അത് കുറച്ചു മുന്നേ വരെയും ആര്യധാര ശാഖയായിരിക്കും കുമാരിയായിട്ട് ഉണ്ടാവുക. കുമാരിമാരെ പാർപ്പിക്കുന്ന സ്ഥലം എന്ന് വെച്ചാൽ കുമാരി ഗർ എന്നാണ് അതിനെ പറയുന്നത്. ഏകദേശം ക്ഷേത്രം പോലെ തന്നെ ആ സ്ഥലത്താണ് കുമാരിമാരെ താമസിപ്പിക്കുക. കുമാരിമാരെ തിരഞ്ഞെടുക്കുന്നതിന് ഒരുപാട് മാനദണ്ഡങ്ങളുണ്ട്. അതായത് ഏകദേശം 32ഓളം മാനദണ്ഡങ്ങളുണ്ട്. കുമാരിയായി തിരഞ്ഞെടുക്കേണ്ട കുട്ടിക്ക് ശരീരത്തിൽ പാടുകളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവാൻ പാടില്ല. നല്ല ബ്രോഡ് ആയിട്ടുള്ള ശരീരമായിരിക്കണം. അതിന്റെ കൂടെ തന്നെ നല്ല കണ്ണുകളും നല്ല നിരയൊത്ത പല്ലുകള്, നല്ല ശബ്ദം, അങ്ങനെ 32ഓളം മാനദണ്ഡങ്ങളുണ്ട് ഒരു കുമാരിയെ തിരഞ്ഞെടുക്കുമ്പോൾ. ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ട് കുട്ടിയെ തിരഞ്ഞെടുത്ത ശേഷവും കുട്ടിക്കൊരു പരീക്ഷണം തന്നെ ഉണ്ട്. അതായത് ഒരു ഇരുട്ട് റൂമിൽ കുട്ടീനെ അടച്ചിടും. എന്നിട്ട് നോർമലി കുട്ടികൾക്ക് ഇരുട്ട് റൂമിൽ ഇടുമ്പോൾ അറിയാലോ, അവർക്ക് പേടി ഉണ്ടാവും, ഒക്കെ ഉണ്ടാവും. പക്ഷെ പേടിക്കാൻ പാടില്ല. ഈ കുട്ടി പേടിക്കാൻ പാടില്ല, കരയാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ മാത്രം ആ പരീക്ഷണത്തിൽ അവർ ജയിക്കും, അവരെ കുമാരിയായിട്ട് എടുക്കും. അങ്ങനെയാണ് ഇപ്പോൾ ആര്യധാര ശാഖയെ കുമാരിയായിട്ട് തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഈ നേപ്പാളിൽ വെച്ച ശാഖ്യഗോത്രത്തിലുള്ളവര് രക്ഷിതാക്കൾ തമ്മിൽ മത്സരമാണ് സത്യത്തില് അവരുടെ കുട്ടികളെ കുമാരിമാരാക്കാൻ വേണ്ടിയിട്ട്. കാരണം എന്താന്ന് വെച്ചാൽ, അങ്ങനെ തന്റെ കുടുംബത്തിൽ നിന്ന് കുട്ടികൾ കുമാരിയാവുന്ന സമയത്ത് അവരുടെ കുടുംബത്തിന്റെ പദവി ഉയരും, സമൂഹത്തിൽ വലിയ നിലയിലാകും എന്നൊക്കെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവരിങ്ങനെ മത്സരിക്കുന്നത്, നമ്മുടെ കുട്ടികളെ ഇത് കുമാരിയാക്കണം എന്നുള്ള രീതിയിൽ. ഈ കുമാരിമാരുടെ വേഷം എന്ന് പറയുന്നത് എന്നും ചുവന്ന വസ്ത്രമായിരിക്കും. ചുവന്ന വസ്ത്രം, ഒരു പ്രത്യേക രീതിയിലുള്ള വസ്ത്രധാരണങ്ങളും കാര്യങ്ങളും ആയിരിക്കും കുമാരിമാർക്ക് ഉണ്ടാവുക. യുണീക്ക് ആയിട്ടുള്ള രീതിയിൽ ആഭരണങ്ങളും കാര്യങ്ങളൊക്കെ ധരിച്ചിട്ടുണ്ടാവും. മുടി മുകളിൽ കെട്ടിവെച്ചിട്ടുണ്ടാവും. അങ്ങനെയൊക്കെയാണ് കുമാരിമാരുടെ ഒരു രൂപം വരുന്നത്. ആൾക്കാർ ഇപ്പോ കുമാരിമാരുടെ അടുത്ത് വന്നിട്ട് അവരുടെ പാദം തൊട്ടിട്ട് അനുഗ്രഹം വാങ്ങും. പുഷ്പങ്ങളോ പണമോ ഒക്കെ അർച്ചനയായിട്ട് നൽകും, ഒക്കെ ചെയ്യും. ശരിക്കും ഒരു ദൈവത്തെ ആരാധിക്കുന്ന പോലെ, ഒരു മനുഷ്യ ദൈവം ആയിട്ടാണ് കുമാരികളെ, അതായത് ഹിന്ദു ബുദ്ധ വിശ്വാസത്തിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനൊരു ആരാധന വന്നത്. അങ്ങനെയാണ് കുമാരന്മാരെ ആരാധിച്ചു വരുന്നത്. ഇനി ശരിക്കും ഒരു കാര്യത്തിലേക്ക്, ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിലേക്ക് വന്നാല് നിങ്ങൾ ചിന്തിച്ചു നോക്കണം. ഈ കുമാരിമാരാകുന്ന പെൺകുട്ടികൾക്ക് എന്ന് വെച്ചാൽ അവരുടെ ജീവിതം എന്ന് പറയുന്നത് ഭയങ്കര കഷ്ടമായിരിക്കും. കാരണം ഇപ്പോ കുമാരിഗറിലേക്ക്, അതായത് വർഷത്തിൽ 2 തവണയോ, അതായത് മെയിൻ ആയിട്ട് ആഘോഷങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് മാത്രമാണ് ഈ കുമാരിമാർക്ക് കുമാരിഗർന്ന് പുറത്തേക്ക് വരാൻ വേണ്ടി പറ്റൂ. അത് നേപ്പാളിലെ ഇന്ദ്രഛത്ര, പിന്നെ ദശായിൻ, ഇതുപോലുള്ള ആഘോഷങ്ങൾക്ക് മാത്രമാണ് കുമാരിമാരെ പുറത്തേക്ക് കൊണ്ടുവരിക. ഈ ഇന്ദ്രഛത്രയിലാണ് അതിന്റെ 8ാമത്തെ ദിവസമാണ് പുതിയ കുമാരിയെ സ്ഥാനം ഏൽപ്പിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പൊ ഈ ആഘോഷവേളകളിൽ പുറത്തേക്ക് വരുന്ന സമയത്ത് വെച്ചാല് ഏറ്റവും ഇതായിട്ടുള്ള കാര്യം, കുമാരിമാരുടെ പാദം ഒരിക്കലും തറയിൽ സ്പർശിക്കാൻ വേണ്ടി പാടില്ല. തറയിൽ സ്പർശിച്ചാൽ അത് ആപത്താണെന്നാണ്. അതുകൊണ്ട് തന്നെ തറയിൽ സ്പർശിക്കാൻ വേണ്ടി പാടില്ല. അവർ രഥങ്ങളിലോ അല്ലെങ്കിൽ എടുത്തിട്ടോ, ഇപ്പോ കുമാരിഗറിൽ എത്തിക്കഴിഞ്ഞാൽ ഈ കുട്ടികളെ അച്ഛനോ അമ്മക്കും വന്ന് പരിചരിക്കാനോ കാണാനോ ഒന്നും പറ്റില്ല. മറ്റു സന്ദർശകരെ പോലെ തന്നെ ഒരു പരിമിതമായ ഒരു സമയം മാത്രമാണ് അച്ഛനമ്മമാർക്ക് പോലും ഈ കുട്ടിയുടെ കൂടെ ചെലവഴിക്കാൻ വേണ്ടി പറ്റുക. ബാക്കി കുട്ടിയുടെ എല്ലാ കാര്യങ്ങളും നോക്കുക കുമാരിഗറിലുള്ള അവരുടെ പരിചാരകരാണ് ഈ കാര്യങ്ങളൊക്കെ നോക്കുക. അപ്പൊ ആഘോഷങ്ങൾക്ക് പുറത്തിറങ്ങുന്ന സമയത്ത് പാദം നിലത്ത് മുട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്നിക്ക് പരിചാരകൾ കുട്ടീനെ എടുത്തിട്ടോ അല്ലെങ്കിൽ കുട്ടീനെ ഇതുപോലെ രഥത്തിൽ ഇരുത്തിയിട്ടൊക്കെയാണ് കൊണ്ടുപോവുക. അത് മാത്രമല്ല, ഇവർക്ക് ഒരു തരത്തിലുള്ള വികാരങ്ങളും, അതായത് ഇപ്പൊ ഒന്ന് ചിരിക്കാനോ കരയാനോ ഒന്നും അവരുടെ ഇഷ്ടത്തിന് പറ്റില്ല. കാരണം ഇപ്പൊ ഒരു കുമാരി ഒരാളുടെ മുഖത്ത് നോക്കി ചിരിച്ചാൽ അവർക്ക് മരണം സംഭവിക്കുന്നൊക്കെയാണ് അവിടുത്തെ വിശ്വാസം. അതേപോലെ കരയുകയോ അല്ലെങ്കിൽ നിലത്ത് വീഴുകയോ അല്ലെങ്കിൽ ഇപ്പൊ അങ്ങനെ എന്തെങ്കിലും പരിക്കുകളൊക്കെ പറ്റിയാൽ അതൊക്കെ അനർത്ഥങ്ങളായിട്ടാണ് നേപ്പാളിൽ കാണുന്നത്. 2024 ഈ തൃഷ്ണ ശാഖ ഇതുപോലെ നിലത്ത് വീഴ പരിക്കുപറ്റി അങ്ങനെ എന്തോ ചെയ്തിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് 2025 നേപ്പാളിൽ രാഷ്ട്രീയ സംഘർഷം ഉണ്ടായതെന്ന് വരെ പറയപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ കുമാരിമാർക്ക് വെച്ചാൽ മറ്റുള്ളവരോട് സംസാരിക്കാൻ വേണ്ടി പറ്റില്ല.
എന്താ അവരുടെ എല്ലാ അവകാശങ്ങളും നിഷേധിക്കപ്പെടുന്നത് പോലെയാണ് കുമാരി ആയി കഴിഞ്ഞാൽ. മനുഷ്യനായിട്ട് എങ്ങനെയും ബിഹേവ് ചെയ്യാനോ ഒന്നും പറ്റില്ല. പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇതൊരു ചെറിയ കുട്ടിക്ക് അറിയും കൂടിയില്ല. കുമാരി ആവുന്ന സമയത്ത് അതിന് അറിയും കൂടിയില്ല എന്താണ് ആവാൻ പോകുന്നത്, അങ്ങനെയൊന്നും അറിയാൻ പാടില്ല. അങ്ങനെ ഒരു കുട്ടി പെട്ടെന്ന് ഇങ്ങനെ ഒരു ചുറ്റുപാടിലേക്ക് എത്തുന്നു. അച്ഛനമ്മമാരെ പോലും കാണാൻ പറ്റാതെ ഇങ്ങനെ ഒരു രീതിയിൽ ജീവിച്ചു വരുന്നു. അപ്പൊ മുന്നേയൊക്കെ വളരെ കഷ്ടമായിരുന്നു. പക്ഷെ കുറച്ച് ഈയിടെ ആയിട്ട് TV അല്ലെങ്കിൽ ട്യൂഷനും കാര്യങ്ങളൊക്കെ ഇവർക്കിപ്പം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കുമാരി ഗറിനുള്ളിലായിട്ട്. പക്ഷെ എന്നാലും മറ്റു കുട്ടികളായിട്ട് സമ്പർക്കത്തിൽ വരാൻ പറ്റില്ല. ഒരുപാട് കാര്യങ്ങൾ അവർക്ക് അവരുടെ നല്ലൊരു ചൈൽഡ്ഹുഡ് തന്നെ അവർക്ക് മിസ്സായി പോവുമെന്ന് ഈ ഒരു ഇതില്. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തില് മനുഷ്യാവകാശ സംഘടനയൊക്കെ ഇടപെടുമൊക്കെ ചെയ്തിട്ടുണ്ട്. കാരണം അവകാശങ്ങൾ നിഷേധിക്കുന്നതാണെന്ന് പറഞ്ഞിട്ട് അതിൽ ഇടപെടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അത് തന്നെ ഇപ്പോ ആ കുട്ടി ഒരു ഏജ് ആവുമ്പോൾ പുറത്തേക്ക് വരുന്ന സമയത്ത് വെച്ചാൽ ആ കുട്ടിക്ക് പുറം ലോകമായിട്ട് ഒരു ബന്ധമില്ല. അതിനുശേഷം ഇതുവരെ ഇങ്ങനെ കുമാരിയായിട്ട് ഇങ്ങനെ ജീവിച്ചു വന്ന ആ കുട്ടി പെട്ടെന്ന് സാധാരണ ഒരു കുട്ടിയായിട്ട് മാറിയിട്ട് ജീവിക്കണം. അത് അവർക്ക് മാനസികമായിട്ട് വളരെയധികം പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കും. അതേപോലെ തന്നെ പിൽക്കാലത്തൊക്കെ ഈ കുമാരിമാരായ കുട്ടികളെ വിവാഹം കഴിക്കാൻ എല്ലാവർക്കും മടിയായിരുന്നു. കാരണം കുമാരിമാരെ വിവാഹം കഴിച്ചാല്, കുമാരിയായിട്ടുണ്ടായിരുന്ന പെൺകുട്ടി വിവാഹം കഴിച്ചാല് ഭർത്താക്കന്മാര് പെട്ടെന്ന് ചെറുപ്പത്തിൽ മരിച്ചു പോകും, അങ്ങനെയുള്ള വിശ്വാസങ്ങളും കാര്യങ്ങളൊക്കെ മുന്നേ ഉണ്ടായിരുന്നു. ഇപ്പൊ അങ്ങനെയൊന്നുമില്ല, മുന്നേ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോ സർക്കാർ ഈ കുമാരിമാരായിട്ട് മാറി കഴിയുന്ന പെൺകുട്ടികൾക്ക് പെൻഷനും കാര്യങ്ങളൊക്കെ ഇപ്പൊ അനുവദിച്ചിട്ടുണ്ട്. മാസം പെൻഷനും കാര്യങ്ങളൊക്കെ അവർക്ക് അനുവദിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോ ഇതാണ് കുമാരിനെ കുറിച്ചുള്ള കഥ. ഇങ്ങനെ മനുഷ്യാവകാശ സംഘടന ഇടപെടുന്നുണ്ട്, പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ടെങ്കിൽ കൂടെ നേപ്പാളിൽ ഇപ്പോഴും ഈ ഒരു അനുഷ്ഠാനം അല്ലെങ്കിൽ ആരാധന തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. പുതിയ കുമാരി ആരാധന ശാഖ അങ്ങനെ കുമാരിയായിട്ട് തന്നെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്.